ഭാര്യയുടെ മകനെ നോക്ക്, കരീമിനെ നോക്ക്, എത്ര നല്ല ഭർത്താവാണവൻ. മദ്യപിക്കുന്നില്ല, പുകവലിക്കണില്ല. ഇന്ന് വരെ ആ വീട്ടിൽ ഭാര്യയും അവനും തമ്മിൽ സംസാരിക്കുന്ന ഒരു ധ്വനി, ഒരു കൈനീട്ടത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടില്ല. നീ മദ്യപിക്കുന്നു, ഭാര്യയെ തല്ലുന്നു, മർദ്ദിക്കുന്നു, നീ എന്തൊരുത്തനാടാ എന്നൊരു മുസ്ലിമിനെ ചൂണ്ടിക്കാണിച്ച് പറയാൻ സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും ഒരു പ്രസംഗമല്ല, ഇതൊരു പ്രസംഗമായി നിങ്ങൾ എടുക്കുകയും വേണ്ട, ഒരു ചോദ്യമാണ്. അതെ, ഇന്ത്യയുടെ പാർലമെന്റിൽ എഴുതി വെച്ച ഒരു ഖുർആനിന്റെ വചനത്തിന്റെ ആകത്തുകയാണ് ഈ പറയുന്നത്. ഇന്നല്ലാഹ ലാ യുഗയ്യിർ മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. എത്ര തവണ ഇതേ സ്റ്റേജിൽ, ഇതേ അവസരത്തിൽ, ഇതേ റമളാനിൽ നമ്മളൊക്കെ കേട്ട വാചകമാണിത്. നിങ്ങൾ സ്വയം മാറ്റത്തിന് സന്നദ്ധരാകാത്ത കാലത്തോളം അല്ലാഹ് നിങ്ങളെ മാറ്റൂലാന്ന്. പടച്ചോൻ മാറ്റണമെങ്കിൽ നമ്മൾ സന്നദ്ധരാകണം. ഇന്ന് നമ്മൾ ചില തീരുമാനമെടുക്കുകയാണ്. ഈ പള്ളിയിൽ ദാമ്പത്യ ജീവിതം നയിക്കുന്ന മുഴുവൻ സ്ത്രീ പുരുഷന്മാരും, ഉമ്മയും ഉപ്പയും എല്ലാം വളരെ ഗൗരവമായ ചില തീരുമാനങ്ങൾ എടുക്കുകയാണ്. ആ തീരുമാനമാണ് ഈ വിഷയത്തിന്റെ സമാപനം. സഹോദരങ്ങളെ, എന്താണ് ആ തീരുമാനം? രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസാണല്ലോ ഇത്, ആണല്ലോ ഇത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നിങ്ങളൊരു ഉത്തമ സമുദായമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഓരോരുത്തരും വേറിട്ട് ആലോചിക്കണം. ഞാൻ ആരാ? ഞാനൊരു മുസ്ലിമാണല്ലോ റബ്ബേ. മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കീഴൊതുങ്ങിയവനാണല്ലോ. അങ്ങനെയാണല്ലോ ഞാൻ മുസ്ലിം ആകണത്. പടച്ചവന്റെ ഗ്രന്ഥം അവലംബിക്കേണ്ടവനാണല്ലോ ഞാൻ. ആ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കേണ്ടവനാണല്ലോ. ആ ഗ്രന്ഥത്തിലൂടെ എന്റെ നാഥനാണല്ലോ എന്നോട് സംസാരിക്കുന്നത്. എന്റെ നാഥനാണല്ലോ എന്നോട് സംസാരിക്കുന്നത്. എന്റെ നാഥൻ എന്നോട് ഒരു ഉത്തമ തലമുറയാകാനാണല്ലോ എന്റെ നാഥൻ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന ഉത്തമ സമുദായത്തിൽ അംഗമാണ്. നന്മ കൽപ്പിക്കാൻ, ദാമ്പത്യ ജീവിതത്തിലെ വിള്ളലുകളെ മറ്റൊരു കുടുംബത്തിന് തിരുത്തി കൊടുക്കണമെങ്കിൽ നമുക്കതിനുള്ള അർഹത ഉണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഖൈറു ഉമ്മത്തായി സൂറത്ത് ആൽ ഇംറാനിലെ 104, 110 വചനങ്ങളിൽ പറയുന്ന ഖൈറു ഉമ്മത്താകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഉദ്ഖുലു ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലു ഫിസ്സിൽമി കാഫ. സത്യവിശ്വാസികളെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് വരീൻ. എന്തേ അല്ലാഹു അങ്ങനെ വിളിക്കാൻ? സത്യവിശ്വാസികളായ നാം എല്ലാ കാര്യത്തിലും നമുക്ക് ഇസ്ലാം ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. അതാണ് സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ ഏകത്വത്തിൽ പങ്കുചേർത്തിട്ടില്ല. സുന്നത്തുകൾ അറിഞ്ഞതൊക്കെ എടുക്കുന്നുണ്ട്, എന്നാൽ ചില വിവരക്കേടുകളുണ്ട്, ചില അറിവില്ലായ്മകളുണ്ട്. അതിന്റെ പേരിലാണ് അത് അവഗണിച്ചത്. അതിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. എന്നാലും അവരാരാണ്? വിശ്വാസികളാണ്, സഹോദരങ്ങളാണ്, തൗഹീദുള്ളവരാണ്. അല്ലാഹുക്ക് അവരെ ഇഷ്ടമാണ് അല്ലേ? ആകാശം മുട്ട പാപം ചെയ്ത് പടച്ചോനെ കണ്ടുമുട്ടിയാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ക്ലിയർ ആണെങ്കിൽ ദഖലൽ ജന്ന, സ്വർഗമുണ്ട്. അപ്പൊ ഇത് തുർമുദിയിലെ റിപ്പോർട്ടാണ്. ആകാശം മുട്ട പാപം ചെയ്താലും അല്ലേ, ഒരു മനുഷ്യനെ കുറിച്ച് ഞാൻ സാന്ദർഭികമായി പറയാൻ, നമ്മുടെ ബോധതലങ്ങളെ പ്രമാണങ്ങളെ കൊണ്ട് ശുദ്ധീകരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പറയാൻ, ഒരു ധനാഢ്യനായ മനുഷ്യൻ ആലോചിച്ചോ, ഒരു ധനാഢ്യനായ മനുഷ്യൻ, സമ്പന്നനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, സമ്പത്തുള്ള ആളായിരുന്നു. പാവപ്പെട്ടവർക്കൊക്കെ അയാൾ കടം കൊടുക്കുമായിരുന്നു. പാവപ്പെട്ട ആളുകൾക്കൊക്കെ അയാൾ കടം കൊടുക്കും. എന്നിട്ട് അയാൾ അവധി നിശ്ചയിക്കും. അതെല്ലാം എഴുതി വെക്കാൻ ചില ആളുകളെ ഉദ്യോഗസ്ഥരെ നിയമിക്കും. ആ ഉദ്യോഗസ്ഥർ ആ ഫയൽ പരിശോധിക്കും. ഇന്ന ദിവസം കിട്ടാനുള്ളത് ഇന്ന ആളോട് ഹദീസിൽ വന്നതാണ് പറയുന്നത്, മുത്തായ വചനമാണ് പറയുന്നത്. അങ്ങനെ അയാള് പിന്നെ അത് പരിശോധിക്കുമ്പോ പരമദരിദ്രരായ, തിരിച്ചു തരാൻ കഴിയില്ല, ഞാൻ കൊടുത്തത് തന്നെ 50,000 ഞാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ എനിക്കൊരിക്കലും അയാൾക്ക് തിരിച്ചു തരാൻ കഴിയില്ല, പക്ഷെ അയാൾക്ക് തരാൻ ആഗ്രഹമുണ്ട്, മനസ്സിൽ അയാൾക്ക് ഫീലിംഗ് ഉണ്ട്. അങ്ങനെയുള്ള ആളോട് ഈ എഴുത്തുകാരോട് പറയുമത്രേ, ഇന്ന ആളുകളോട് വാങ്ങിക്കണ്ട, ഞാൻ ഇന്നെന്താക്കി കൊടുത്തിട്ടുണ്ട്, ആ ആളുകളോട് നിങ്ങൾ വാങ്ങിക്കണ്ട, ഞാൻ അവർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കും. ഈ നന്മയില്ലാത്തൊരു നന്മ അയാൾക്കില്ലത്രേ. അയാൾ ശിർക്കില്ല, പക്ഷെ ഈ നന്മയില്ലാത്തൊരു നന്മ, ഒരുപാട് ക്രൂരത ചെയ്യുന്ന ആളാ. റസൂലുള്ളാഹി പറയാണ്, ആ ഒരൊറ്റ കാരണം കൊണ്ട് അള്ളാഹു അയാളുടെ കാര്യത്തെ തീരുമാനിച്ചെന്നറിയോ? ആഹാ, ഇജ്ജ് വലിയൊരു വിട്ടുവീഴ്ചക്കാരൻ, എന്നേക്കാൾ വലിയ വിട്ടുവീഴ്ചക്കാരനോ, അതിന്റെ തെറ്റുകളൊക്കെ ഞാൻ വിട്ടുവീഴ്ച ചെയ്ത് ഈ സ്വർഗാവകാശിയാണ്. ഇത് ഹദീസിലുള്ള. ഇനി ആലോചിച്ചു നോക്ക്, നമ്മളൊരു സ്കെയിൽ വെച്ച് മനുഷ്യന്മാരെ അളന്ന് ചിട്ടപ്പെടുത്താൻ മെനക്കെട്ടാൽ ഇസ്ലാം ഇല്ലാണ്ടായി പോവും, ഉറപ്പാണ്. ഞാൻ നിങ്ങളോട് പറയാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി എന്താ പറഞ്ഞേ? ഞാൻ ഇതിലെ ദാമ്പത്യ ജീവിതത്തിന്റെ വിഷയം പറയുമ്പോൾ തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ അതിൽ പറഞ്ഞുതരാം. പരസ്പരം മനസ്സിലാക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. പരസ്പരം മനസ്സിലാക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ ഞാൻ പറയാം, ഞാൻ കല്യാണം കഴിച്ചത്
ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്ത ഉണ്ടായിരുന്ന ഒരു മനുഷ്യന്റെ മകളെയാണ്. നക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലിരുന്ന ഒരു കാലഘട്ടത്തിലിരുന്ന ഒരാളുടെ മകൾ ഞാൻ കല്യാണം കഴിച്ചു. അയാൾ ഇസ്ലാം ശരിക്കും ഉൾക്കൊണ്ട് മാറി മുജാഹിദ് മഹലായി, മുജാഹിദായി, അവിടുത്തെ പ്രവർത്തകനായി, അങ്ങനെ മാറി വിഷയങ്ങളാണ്. ഞാൻ എന്റെ ഭാര്യയിൽ അറബി കോളേജിൽ പഠിച്ച് അഫ്ദൽമ പാസ്സായി ഒരു മഹാപണ്ഡിതന്റെ മകളായി കടന്നു വന്ന ഒരാളല്ല എന്റെ ഭാര്യ. അപ്പൊ ഞാൻ എന്താ ചിന്തിക്കേണ്ടത്? ഞാൻ ഇസ്ലാമിക പ്രബോധന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ, അതോടൊപ്പം ഞാൻ അവളുടെ ഭർത്താവ്. ഞാൻ എന്താ ചിന്തിക്കേണ്ടത്? ഇങ്ങനെയുള്ള ഒരു കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് ദീന് പിന്നീട് ഉൾക്കൊണ്ട് അതിനനുസരിച്ച് മാറി ഒരു പിതാവിന്റെ മകളായി എന്റെ ജീവിതത്തിലേക്ക് എന്റെ ഭാര്യ കടന്നു വരുമ്പോൾ അവളുടെ അവസ്ഥകളെയും സാഹചര്യങ്ങളെയും അവൾ ജീവിച്ച ചുറ്റുപാടിനെയും എല്ലാം മനസ്സിലാക്കി. ഒരു ഉദാഹരണം പറയാം. ആ കുടുംബത്തിൽ 2ൽ കൂടുതൽ പ്രസവിക്കാൻ സമ്മതിച്ചിട്ടേ ഇല്ല അവര്, ആണുങ്ങൾ എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരും ഭൗതികവാദികളും പിന്നെ പല സിദ്ധാന്തങ്ങളുള്ള ആളുകള്. ഒരു ഭാര്യമാരിൽ 2 കൂടുതൽ പ്രസവിച്ചിട്ടില്ല ആ കുടുംബത്തിൽ. എന്റെ ഭാര്യ 5 പ്രസവിച്ചു, 6ാമത്തേന് ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞാൻ പറയുന്നത് 2ൽ കൂടുതൽ മക്കളില്ലാത്ത ആ കുടുംബത്തിലെ മൊത്തം കുടുംബത്തിൽ ജ്യേഷ്ഠാനുജ ബാക്കിയുള്ള ഒക്കെ എടുത്താൽ 2ലധികം മക്കളില്ല, ആർക്കുമില്ല. അങ്ങനത്തെ ഒരു കുടുംബത്തിൽ ഞാൻ എന്റെ ഭാര്യയെ പാകപ്പെടുത്തുന്നു. എന്താ? മക്കൾ കൂടുതൽ വേണം. അതിന്റെ പ്രാധാന്യം എന്താണ്? അതിന്റെ പുണ്യം എന്താണ്? അത് നിർത്തിയുള്ള കുഴപ്പം എന്താണ്? അവൾക്ക് ഒരു പ്രശ്നമില്ല, 5 പ്രസവിച്ച് കഴിഞ്ഞില്ലേ, സുഖപ്രസവം. എന്താ കാരണം? ഞാനത് ഉൾക്കൊള്ളുന്നു, ഞാനത് പറഞ്ഞു കൊടുക്കുന്നു, മനസ്സിലാക്കി കൊടുക്കുന്നു, ഓരോ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നു. നമ്മൾ അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളൊരു പോയിന്റ് അതാണ്. അവരോട് 2 പേരോടും സംസാരിക്കാൻ പറഞ്ഞത്, ഒരു വ്യത്യസ്തനായ പിതാവിന്റെ, തികച്ചും വ്യത്യസ്തമായ ഒരു ക്യാരക്ടറുള്ള പിതാവിന്റെ, അതിനേക്കാൾ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു കുടുംബത്തിൽ വന്ന സ്ത്രീയാകുന്ന ഉമ്മയിലൂടെ ജനിച്ച ഒരു പെണ്ണ്. ആ പെണ്ണാണ് തികച്ചും വ്യത്യസ്തമായ ഒരു പിതാവിന്റെ, അതിനേക്കാൾ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു പിതാവിന്റെ മകളുടെ, അഥവാ ഈ ഉമ്മ ബാപ്പയുടെ മകനായി ജനിച്ച ഒരു കുടുംബത്തിലേക്ക് ഭാര്യയായി കടന്നു ചെല്ലുന്നു. ഈ ബോധം നഷ്ടപ്പെട്ടിട്ടില്ലേ നമുക്ക്? ഉണ്ട്. നിങ്ങൾ പരിശോധിച്ചോ, ഈ ബോധം നഷ്ടപ്പെട്ടവരാ നമ്മൾ. ഈ ബോധം നഷ്ടപ്പെട്ടവരാ നമ്മൾ. ഗൗരവമായി ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ നിങ്ങൾ ചിന്തിക്ക്. കൂടുതലായി ഒന്നും സംസാരിക്കില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ശരിക്കും ആലോചിച്ചേ. തികച്ചും വ്യത്യസ്തമായി, അതായത് 18 വർഷം, അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയുടെ നിയമം, അങ്ങനെ തന്നെ പറയാം. ഈ 18 വർഷം മറ്റൊരു വീട്ടിൽ ജീവിക്കുകയും പല അനുഭവങ്ങളുള്ള കുടുംബത്തിൽ ജീവിക്കുകയും ചെയ്തൊരു പെണ്ണ് ആ 18ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച് തികച്ചും മറ്റൊരനുഭവവും മറ്റൊരു സാഹചര്യവും സ്വഭാവവും ഒക്കെയുള്ള വീട്ടിലേക്ക് കയറി വരുന്ന ഒരു പെണ്ണ് എന്നത് ആരൊക്കെ ഓർക്കേണ്ടതാണ്? ആരൊക്കെ ചിന്തിക്കേണ്ടതാണ്? ഒന്ന്, ഞാനൊരു ഭർത്താവാണെങ്കിൽ എന്റെ അമ്മോശൻ അമ്മായി എന്നെ കുറിച്ച് മനസ്സിലാക്കണം. 1. 2, എന്റെ വീട്ടിലേക്ക് കയറി വരുന്ന മോളെ എന്റെ ഉമ്മ മനസ്സിലാക്കണം. തികച്ചും വ്യത്യസ്തമായ മറ്റൊരു വീട്ടിൽ നിന്ന് ഇവിടെ ജീവിച്ച എന്റെ മകൻ ഭാര്യയായി സ്വീകരിച്ച ഈ പെണ്ണ് എന്റെ മോനെപ്പോലെ തന്നെ, അല്ലെങ്കിൽ എന്റെ മകളെപ്പോലെ തന്നെ ചിന്തിക്കുന്ന, ആലോചിക്കുന്ന, ഇടപാടുകൾ നടത്തുന്ന, ബന്ധം പുലർത്തുന്ന ആളാകണം എന്ന് വിചാരിക്കാൻ പാടില്ല. എന്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. കല്യാണം കഴിഞ്ഞ ഉടനെ എന്നോട് എന്റെ വൈഫ് പറഞ്ഞു, നിങ്ങൾ എന്റെ കുടുംബത്തിലൊക്കെ പോയാൽ മിണ്ടാണ്ടിരിക്കരുത് കേട്ടോ. എന്റെ കുടുംബത്തിലൊക്കെ പോയാൽ എല്ലാവരോടും സലാം പറയും, സംസാരിക്കുകയും എല്ലാവരുമായിട്ടും നല്ല ബന്ധമൊക്കെ പുലർത്തണം കേട്ടോ എന്ന് പറഞ്ഞു. അത് അവളുടെ ആഗ്രഹമാണ്. എന്താ? അവളുടെ ഭർത്താവ് അവളുടെ കുടുംബത്തിലെത്തി എല്ലാവരുമായി നന്നായി പെരുമാറുന്ന ഒരാളാകണമെന്നത് അവളുടെ ആഗ്രഹമാണ്. മനസ്സിലായി? അത് നമ്മൾ 1-ാം തീയതി അവളുടെ ആഗ്രഹം എന്താണ്? ഇത് ഞാൻ പറയുന്നത് ശരിക്കും നിങ്ങൾ എല്ലാവരും വളരെ ചുരുങ്ങിയൊരു സമയം പ്രസംഗിക്കുന്നത്. അഡ്വക്കേറ്റ് മൊയ്നുദ്ദീന്റെ പുസ്തകമുണ്ട് പുറത്ത്, 5-8 ഉണ്ടാവും. അത് വായിച്ചാലും കുറെ കാര്യങ്ങൾ കിട്ടും കയ്യിൽ നിന്ന്. കുറച്ചൊക്കെ കിട്ടും, എല്ലാം കിട്ടുന്നല്ല, കുറച്ച് കിട്ടും. സഹോദരങ്ങളെ, നല്ല വായന ഉണ്ടാകണം. നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കുന്ന ആളുകൾ നന്നായിട്ട് വായിക്കണം. വിശേഷ ഖുർആൻ വായിച്ചാൽ മതി. സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ ഗ്രന്ഥം വായിച്ചാൽ മതി. അള്ളാന്റെ ഗ്രന്ഥം ഇങ്ങനെ വായിച്ചിട്ട് ഒടക്കിയിടം നിന്നോളൂ നിങ്ങള്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം. ഏറ്റവും ചൊവ്വായതിലേക്കാണ് ഈ ഗ്രന്ഥം മാനവരാശിയെ നയിക്കുന്നത്. ഏറ്റവും ചൊവ്വായതിലേക്ക് നയിക്കുന്ന ഒരു ഗ്രന്ഥം. ഈ അടുത്ത കാലത്ത് സിനിമാ രംഗമൊക്കെ ഒന്ന് വായിക്കുക, പത്രത്തിലൊക്കെ വായിക്കുന്ന ആളുകളൊന്ന് വായിച്ചു നോക്കിയേ. ഏറ്റവും നല്ലത് എന്ന് നമ്മൾ വിചാരിച്ച ആളുകളൊക്കെ ഡൈവേഴ്സിലാണ്. ഞാൻ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല. എന്താ കാരണം? ചെറിയ സംഗതികളാണ്, വളരെ നിസ്സാരമായ കാര്യങ്ങളാണ്. ദാമ്പത്യത്തിൽ ഏറ്റവും ഉള്ളിലുണ്ടാകുന്നത് നടീനടന്മാരിലും സാഹിത്യകാരന്മാരിലും രാഷ്ട്രീയത്തിലും ഒക്കെ പ്രവർത്തിക്കുന്നവരിലാണ്. അറിയാലോ, കുടുംബങ്ങളക്കികളായ ഒരുപാട് പെണ്ണുങ്ങളോ അല്ലാത്തവരും ജീവിക്കുന്ന ഇന്ത്യയുടെയും കേരളത്തിന്റെയും പശ്ചാത്തലം എല്ലാവർക്കും അറിയാലോ.
അങ്ങനെ ജീവിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ ശരിക്കും ഉൾക്കൊള്ളേണ്ടത് രണ്ട് കാര്യം ഞാൻ പറയാം. നിങ്ങളെല്ലാവരും, നമ്മളൊക്കെ ഒരു നല്ല ഭർത്താവാകാൻ ആഗ്രഹിക്കുന്ന ഒരാള്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരോട് എങ്ങനെ പെരുമാറിയോ അങ്ങനെ പെരുമാറുന്ന ഒരാളായ മതി. ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവില്ല, ദാമ്പത്യത്തിന്റെ പേരിൽ നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പോലെ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയെ പോലെ പ്രവാചകന്റെ ഭാര്യമാർ ഉമ്മഹാത്തുൽ മുഅ്മിനാത്തിനെ പോലെ എങ്ങനെ ജീവിക്കണം അങ്ങനെ ജീവിക്കാൻ ഒരു പെണ്ണ് സന്നദ്ധമായാൽ ദാമ്പത്യ ജീവിതം വിജയിച്ചു. ഖുർആൻ നമ്മുടെ മാർഗരേഖയായാൽ ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം 17-ാം അധ്യായം 9-ാമത്തെ വചനമാണ്. ആ വചനത്ത് പറയുന്നത് ഏറ്റവും ചൊവ്വായതിലേക്ക് ഈ ഗ്രന്ഥം നിങ്ങളെ നയിക്കുന്നു. സിനിമ കണ്ട് ദാമ്പത്യം ഉണ്ടാക്കണ്ട, സീരിയൽ കണ്ട് ദാമ്പത്യം ഉണ്ടാക്കണ്ട. ഞാൻ ഉറച്ചു പറയാൻ, അതിൽ നിന്ന് അഭിനയിക്കുന്ന ആർക്കും ധന്യമായ ദാമ്പത്യമില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. അതിൽ അഭിനയിക്കുന്ന ഒരാൾക്കും ധന്യമായ സമാധാന ചിത്തമായ ദാമ്പത്യ ജീവിതമില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയും. നിങ്ങൾ പരിശോധിച്ചോ, ഒരാൾക്ക് പോലും 1,00,000 ആളെ എടുത്തോ നിങ്ങൾ, സിനിമയിൽ ഒരാൾക്ക് പോലും ഇല്ല എന്ന് ഞാൻ പറയും. ഇസ്ലാം മനുഷ്യന്റെ മുമ്പിൽ വിഭാവനം ചെയ്ത ദാമ്പത്യ ജീവിതത്തിന്റെ സുഖങ്ങൾ അവർ ആസ്വദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഖുർആനും സുന്നത്തും നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്ന സുന്ദരമായ ഒരു ദാമ്പത്യ ജീവിതത്തെ കുറിച്ചുള്ള ഒരു ക്ലിയർ. ഒന്നും നമ്മൾ ആലോചിച്ചോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുമ്പോൾ എന്താ, ഒരു സ്ത്രീ 10 പുരുഷനെ സ്വീകരിച്ച നാടാ അത്. ജനിച്ചാൽ പെൺകുട്ടിയാണെങ്കിൽ അവളെ ജീവനോടെ കുഴിച്ചുമുടിയ ഒരു ജനതയെ അവര്. ആ നാട്ടിലാണ് പ്രവാചക തിരുമേനി ചെല്ലുന്നത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വജഅൽനാഹും അയിമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ വഅവഹൈനാ ഇലൈഹിം ഫീലൽ ഖൈറാത്ത്. സൂറത്ത് അംബിയാ 73-ാമത്തെ വചനം. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അള്ളാഹ് തിരഞ്ഞെടുത്തയച്ച പ്രവാചകന്മാരുടെ മാതൃകകൾ. ആ മാതൃകകളിൽ ഇപ്പൊ നിങ്ങൾക്കറിയാം, നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെയും ഭാര്യമാരെ കുറിച്ച് എന്താ പറഞ്ഞത്, ഫഖാനതാഹുമാ ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ വഖീല ദുഖുലൻ നാറ. വിശുദ്ധ ഖുർആൻ പറയാം, സൂറത്ത് തഹ്രീമിൽ 66-ാം അധ്യായത്തിൽ 10, 11, 12 ഭാഗങ്ങൾ. നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാർ, വഞ്ചകികളായ 2 ഭാര്യമാർ, അവരെ പറ്റി പറയാൻ ഭർത്താവിനെ ഭ്രാന്താണെന്ന് പറയുന്ന, ഭർത്താവിന്റെ ആശയത്തെ എതിർക്കുന്ന, ഭർത്താവിനെ നിന്ദിക്കുന്ന ആ 2 ഭാര്യമാരെ. എന്നാൽ അള്ളാഹു അവരുടെ ഭർത്താക്കന്മാരായ നൂഹ് നബിയെയും ലൂത്ത് നബിയെയും വിശേഷിപ്പിച്ചത് എങ്ങനെ, അവർ സ്വാലിഹീങ്ങളായ ആളുകളായിരുന്നു എന്നുള്ള. ഇവിടെയാണ് ആദ്യമായി മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞ ആ ഒരു വാചകമാണ് പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളത്. ആരാണ് എന്റെ ഭർത്താവ്, ഭർത്താവിന്റെ സ്ഥാനം എന്താണ്, ഭർത്താവിന്റെ പ്രത്യേകത എന്താണ്, ഭർത്താവിന് സമൂഹം നൽകിയ പ്രാധാന്യം എന്താണ്, എന്റെ ഭർത്താവിന് ജനം നൽകിയ പ്രാധാന്യം എന്താണ്, ഇതെല്ലാം അറിയേണ്ടവളാണ് പെണ്ണ്, അല്ലേ? ഇപ്പൊ ഒരു കാര്യം, വളരെ ദൂരെ യാത്ര ചെയ്ത് ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പം തന്നെ ഉടനെ മറ്റൊരു സംഗതിയാണ് ഭാര്യ പറയുന്നത്. അപ്പൊ ചെയ്യേണ്ട, അല്ലെങ്കിൽ ഭർത്താവ് നിങ്ങൾ എവിടെ പോകണം, നിങ്ങളത് വാങ്ങിക്കൊണ്ടിരണം, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ചെല്ലണം, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ ഒരു ടെസ്റ്റിന് കൊണ്ടുപോകണം, മറ്റൊന്നും കൊണ്ടുപോകണം, മറിച്ചതിന് കൊണ്ടുപോകണം, ഇങ്ങനെ പറയാം. സത്യത്തിൽ അവിടെ ചിന്തിക്കണം, എന്റെ ഭർത്താവ് കഴിഞ്ഞ 2 ദിവസമായി ദൈർഘ്യമേറിയ യാത്ര കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക് കയറി സലാം പറഞ്ഞിട്ടേ ഉള്ളൂ. രണ്ടാമതായി ഞാൻ പറയുന്നത് എന്താ, നിങ്ങൾ ഇന്നടുത്ത് പോകണമെന്നാ. സത്യത്തിൽ ആവശ്യമുള്ളൊരു കാര്യം പോണ്ടതാണ്. പക്ഷെ ഒരിക്കലും ബുദ്ധിയുള്ള, വിവേകമുള്ള, സ്നേഹമുള്ള ഒരു ഭാര്യ പറയില്ല. ഭർത്താവ് വന്നു, അയാൾക്കൊരു ശാന്തത നൽകി, സമാധാനിപ്പിച്ചു, ചായ കൊടുത്തു, ഭക്ഷണം കൊടുത്തു, കുളിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു, അല്പൊക്കെ ശാന്തമായി. അതെ, നിങ്ങൾ പോകുന്ന ദിവസം കുട്ടിക്ക് അസുഖമായിരുന്നു, നിങ്ങൾക്കറിയാലോ, അതുകൊണ്ട് മക്കളെ ഒന്നൊന്ന് കൊണ്ടുപോകണം. എന്തൊരു സുഖമുണ്ട്, എന്തൊരു സമാധാനമുണ്ട്, എന്തൊരു സ്വസ്ഥതയുണ്ട്. പക്ഷേ ആളുകൾ, അതായത് ഒരു പ്ലാനിങ് ഇല്ല നമുക്ക്. ഒരു കാര്യം നമ്മൾക്ക്, ഉദാഹരണത്തിന് ഞാൻ ഒന്നുകൂടി തെളിച്ചു പറയാം, ഞാനൊരു ഭാര്യയാകുന്നുള്ള ബോധം പോലും പലർക്കില്ല. പിന്നെ വേറെന്താ, ഞാനൊരു ഉമ്മയാകുന്നു, ഞാനൊരു ഭർത്താവാകുന്നു, ഞാനൊരു പിതാവാകുന്നു എന്നുള്ള ബോധം തന്നെയല്ല. ജീവിക്കുന്ന കാലം അത്രയില്ലാത്തവർ പിന്നെ എന്ത് ചെയ്യും? വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കർമ്മത്തിലാണ് ഞാൻ. ഒരു ഡ്യൂട്ടിയാണ്, മഹാ ഡ്യൂട്ടിയാണ്. എനിക്ക് ഞാൻ മറന്നുപോകുന്നു പറയാണ്, നല്ല കച്ചവടക്കാരെ, കച്ചവടത്തിൽ 100% പെർഫെക്റ്റ് ആയാള്, ദാമ്പത്യത്തിൽ വട്ടപൂജയാ, അല്ലേ? ഇല്ലേ? നല്ല അധ്യാപകനാ സ്കൂളിൽ. എത്രയോ കുട്ടികളെ ഏറ്റവും നല്ല വഴി കാണിച്ചൊരു അധ്യാപകനാ. സ്വന്തം മക്കളൊക്കെ ഉൾട്ടായി പോയി. എന്താ സംഭവിക്കണത്? എവിടെയോ എന്തോ സംതിങ്, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അല്ലേ? നിങ്ങൾ ആലോചിച്ചേ, എവിടെയോ എന്തോ ഒരു കുഴപ്പം. എന്താ അങ്ങനെ?
അത് വളരെ ഗൗരവമായി, വളരെ മനഃശാസ്ത്രപരമായി ഞാൻ പറയാം. അവിടെയാണ് ഞാൻ പറഞ്ഞത് പരസ്പരം മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഇപ്പൊ ഭർത്താവ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, മോളെ 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 ഏത് ഹദീസുകളിൽ നമുക്ക് കാണാം, ഒരു പിതാവിന്റെ ഗർഭിതമാണ് മോളെ തികച്ചും വ്യത്യസ്തം. ആ വാചകം തന്നെ എങ്ങനെയാണ്? തികച്ചും വ്യത്യസ്തമായ ഒരു കുടുംബത്തിലേക്കാ. അല്ല, ഒരു ഉദാഹരണം പറഞ്ഞത്, ഒരു ചെടി ഒരു തോട്ടത്തിൽ നിന്ന് പറിച്ച് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു തോട്ടത്തിൽ കൊണ്ടുപോയി നടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മോളെ, ഒന്നാമതായി നീ ഭർത്താവിന്റെ ഉറക്ക സമയം എപ്പോഴാണെന്ന് ക്ലിപ്തപ്പെടുത്തണം. എന്തിനാ അത്? ഭർത്താവ് ഉറങ്ങുന്നത് 9:30 എന്റെ ഭർത്താവിന്റെ ശീലം എന്നെന്തിനാ ഒരു പെണ്ണ് അറിയുന്നത്? എന്തിനാ ഒന്ന് ആലോചിച്ചേ, എന്തിനാ അറിയണത്? 9:30 ഉറങ്ങണ ഭർത്താവാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 9 മണിക്കെങ്കിലും 8:30 അതാണ് ശരിക്കുള്ള അവൾ ബെഡ്റൂമിലെത്തണം. എന്തിനാ? ഭർത്താവിന് അവളോട് ചില കാര്യങ്ങൾ പറയാനുണ്ടാവും, അയാൾക്ക് അവളിൽ നിന്നും ചില കാര്യങ്ങൾ നേടാനുണ്ടാവും, അങ്ങനെ പല സംഭവങ്ങളുണ്ടാവും. നേരെ മറിച്ച് ഭർത്താവ് ഉറങ്ങണ സമയം കഴിഞ്ഞിട്ട് അവൾ എത്തുന്നെങ്കിലോ അവൾക്ക് പറയാൻ ഒരുപാടുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിച്ച പാത്രമുണ്ട്, പ്ലേറ്റുണ്ട് എന്നൊക്കെ പറയാനുണ്ട്. അതിന് ഏറ്റവും നല്ല മാർഗം എന്താ അറിയുങ്ങള്? അതിന് ഏറ്റവും നല്ല മാർഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പണി ചെയ്താൽ മതി. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരക്കുള്ള ദിവസം കിച്ചണിലേക്ക് ചെല്ലും. നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ എത്ര രാജ്യങ്ങളെ ഭരിക്കാൻ അല്ലെങ്കിൽ ഏതൊരു നാടിനെ ഭരിച്ച മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കിച്ചണിൽ ചെല്ലുകയാണ്. ലോകത്ത് പലരും പേടിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ബഹുമാനിക്കുന്ന റെസ്പെക്ട് ചെയ്യുന്ന നീതിയുടെ കാവലാളായ അള്ളാഹുവിന്റെ റസൂൽ കിച്ചണിൽ കയറാൻ. ആയിഷ ബീവിയുടെ കൂടെ മാവ് കുഴച്ചു കൊടുക്കുകയാണ്. പ്രവാചകന്റെ കൈകളിലെ മാവ് തട്ടിയതുവരെ ഹദീസുകൾ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുകയാണ്. ഭാര്യയ്ക്ക് വിറക് ശേഖരിച്ചു കൊടുക്കുകയാണ്. പ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പാത്രം എന്ന് പറഞ്ഞാൽ 5-10 ആളുള്ള ഒരു വീട്ടിലാണെങ്കിൽ ഇതെല്ലാം കഴുകി വരണമെങ്കിൽ ചിലപ്പോൾ 10:30 പോവും. എന്നിട്ട് അടുക്കളയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി ആ കടപ്പയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഭാര്യ എത്തുമ്പോൾ അവൾക്കൊന്ന് കുളിക്കാനോ ഡ്രസ്സ് മാറ്റാനോ പോലും സമയമില്ലാതെ ക്ഷീണിച്ച വശയിൽ 3-4 മക്കളെ നോക്കിയിട്ടുണ്ടാവും. ഇതിനിടയിലാ കയറി വരിക. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഡ്രസ്സൊക്കെ മാറ്റി ഭർത്താവ് മണിയറയിൽ ഇങ്ങനെ കാത്തിരിക്കുക വേണ്ട? അല്ല, ഭർത്താവ് മെല്ലെ കിച്ചണിലേക്ക് കയറി ചെല്ലുക. എന്നിട്ട് 50 പാത്രം കഴുകാനുണ്ട്, 25 അയാൾ കഴുകുക, 25 ഭാര്യ. അപ്പൊ അരമണിക്കൂർ ചുരുങ്ങി കിട്ടി. 25 അരമണിക്കൂർ എടുത്ത് അവള് കഴുകുന്നത് 25 അയാൾ കഴുകുക വഴി അരമണിക്കൂർ അയാൾ കിട്ടി. അവർക്ക് രണ്ടുപേർക്ക് ഒന്നിച്ച് ബെഡ്റൂമിൽ എത്താൻ കഴിഞ്ഞു. വളരെ ചെറിയ കാര്യം. അതൊന്ന് ശീലിച്ചു നോക്കിയാൽ നിങ്ങൾ എന്തൊരു കാര്യം വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ ആ വീടുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നൊരു വീട് താമസമാക്കാൻ അല്ലെങ്കിൽ ഒരു വാടക വീട്ടിൽ ചെല്ലാൻ അല്ലെ സ്വന്തമായിട്ട് ഒരു വീട് എടുത്തുണ്ടാക്കാൻ ആ വീട്ടിൽ കയറുന്നതിന് മുമ്പ് ചില തീരുമാനം, മക്കളോട് ഭാര്യയോട് നമ്മൾ ഇന്ന വിധത്തിലായിരിക്കും ഈ വീട്ടിൽ ജീവിക്കുക, ഇന്നെന്ന കാര്യങ്ങളായിരിക്കും ഇവിടെ നടക്കുക എന്ന് പറഞ്ഞൊരു ചിട്ടുണ്ടാക്കാൻ ഇന്ന് വരെ സുഹൃത്തുക്കളെ എന്തെന്ത് ബിസിനസ് സ്ട്രാറ്റജി മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടെങ്കിലും എത്ര സ്ട്രക്ചറിനെ കുറിച്ചും അറിയെങ്കിലും എത്ര വിദഗ്ധനായ എഞ്ചിനീയറും ഡോക്ടറും ആണെങ്കിലും എത്ര വലിയ പ്രിൻസിപ്പൾ ആണെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ എന്താ ഉണ്ടാവുക? വലിയ ഉള്ളലുകളായിരിക്കും പല ആളുകൾക്കും ഉണ്ടാവുക. അതെന്തുകൊണ്ടെന്നാൽ 2 കാര്യങ്ങൾ ഞാൻ വീണ്ടും ഓർമ്മിച്ച് പറയട്ടെ. അല്ലാഹു അതൊന്ന് ഓർത്തോളൂ. ആ ഒരു പോയിന്റാണ്, അത് മനസ്സിന് ശരിക്കും കുറിച്ചിട്ടുണ്ടാൽ. ഒരാളൊരു മകനായി മാതാപിതാക്കളെ കിട്ടി. ആ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലെത്തി. ഒരു ഭയങ്കരമായ ഗിഫ്റ്റ്, ഒരു വല്ലാത്ത ചാൻസ്. ദാ നോക്ക് നിന്റെ ഉമ്മ, ഇതാ നിന്റെ ഉമ്മ യുവതിയായി നന്നായി ജീവിച്ച് ഇപ്പൊ വാർദ്ധക്യത്തിലെത്തിയ നിന്റെ ഉമ്മ. നീ നോക്ക് ആ ഉമ്മാന്റെ കയ്യിലെ ചുളിവുകളെ നോക്ക്. നിനക്ക് താരാട്ടുപാടിയ കാലത്ത്, നിനക്ക് അന്ന് ഉമ്മ വളധരിച്ച് നിന്നെ തലോടിയ കാലത്ത് നിന്റെ ഉമ്മയുടെ കൈകൾ നിനക്ക് ഓർമ്മയുണ്ട്. അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ത്യാഗമനുഭവിച്ച് നിന്നെ വളർത്തി അംഗീകരിച്ച് ആളാക്കി ഇന്നിതാ എഴുന്നേക്കാനാകാതെ ശയ്യാവലംബിയായി നിന്റെ കൂടെ നിന്റെ ഇഷ്ടത്തിനൊത്ത് നീ ആഗ്രഹിക്കുന്ന ഭക്ഷണം പാകം വെച്ച് തരാൻ കഴിയാത്ത വാർദ്ധക്യത്തിലെത്തി എന്റെ ഉമ്മ. റസൂലുള്ളാഹി പറയണം, നോക്ക് ഉമ്മ, നിങ്ങൾ എന്റെ സ്വർഗമാണ്. ഉപ്പ, നിങ്ങൾ എന്റെ സ്വർഗമാണ്. നിങ്ങൾ എന്റെ കൂടെ താമസിക്കണം. എന്റെ കഴിവത് ഞാൻ നിങ്ങളെ നോക്കാം. എനിക്ക് അപാകതയുണ്ടെങ്കിൽ ഉപ്പ നിങ്ങൾ എന്നെ തിരുത്തണമേ. എനിക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഉപ്പ നിങ്ങളത് പറഞ്ഞു തരണമേ. എന്റെ സ്വർഗമാണ്, എന്റെ സ്വർഗമാണ് ഉമ്മ നിങ്ങൾ എന്ന് പറയാൻ ആ ചാൻസ് ഉപയോഗപ്പെടുത്തുന്നവനാണ് മഹാബുദ്ധിജീവി. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? വാർദ്ധക്യത്തിലെത്തി മാതാപിതാക്കളെ ലഭിച്ചിട്ടും സ്വർഗം ലഭിക്കാത്തവൻ എത്ര എന്താ പറയാ നഷ്ടം സംഭവിച്ചവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അവൻ എത്ര നിന്ദ്യനാണ്. എന്തേ അവന് സംഭവിച്ചത്? അതൊരു ചാൻസാണ്. അതോടൊപ്പം ഒരാൾ വിവാഹിതനാവുകയാണ്. യാ മാശറൻ നിസാ,
മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ ഫലിയതസവ്വജ് അഅല്ലു ലിൽ ബശർ ഫഹ്സനുൽ ഫർജ്. നോക്ക്, എത്ര നല്ല യുവാക്കളുടെ സമൂഹമേ, വിവാഹപ്രായമായാൽ നിങ്ങൾ വിവാഹം കഴിക്കണം. വലിയൊരു സുന്നത്താണ് അല്ലേ? അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പരമപ്രധാനമായ ശരീഅത്തിലെ ദീനിന്റെ പാതിയാകുന്ന മഹാസംരംഭമാണ് വിവാഹം. അവിടെ എന്താ അവൻ വിചാരിക്കുന്നത്? എനിക്കെന്റെ നാഥൻ എന്റെ ജീവിതത്തിലെ പരീക്ഷണത്തിലെ ഏറ്റവും നല്ല നാളുകളാണ് എന്റെ നാഥൻ എനിക്ക് നൽകാൻ പോകുന്നത്. എന്നെ ഭർത്താവാക്കി ഒരു പെണ്ണിനെ സ്വീകരിച്ച് മീസാക്കൻ ഖലീല, സുദൃഢമായ കരാറിൽ എന്നെ ഏർപ്പെടുത്തി എന്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ്. ഞാനൊരു നല്ല ഭർത്താവാകുമോ എന്ന്, ഞാനൊരു നല്ല മരുമകനാകുമോ എന്ന്, ഞാനൊരു നല്ല അളിയനാകുമോ എന്ന്, ഞാൻ ആ കുടുംബത്തിൽ സമാധാനം വിരിക്കുന്ന ഒരു നല്ല അളിയനായി കയറി ചെല്ലുമോ എന്ന് എന്റെ നാഥൻ എന്നെ പരീക്ഷിക്കുകയാണ്. അതിനുള്ള ചാൻസ് എന്റെ നാഥൻ എനിക്ക് തന്നിരിക്കുകയാണ്. ഇത് പാഴാക്കി കളയരുത്. അതുകൊണ്ട് എന്റെ നാഥന്റെ മുമ്പിൽ ഞാൻ ജയിക്കും, ഞാൻ ഒരിക്കലും പരാജയപ്പെടില്ല എന്ന ബോധത്തോടുകൂടിയായിരിക്കണം വിവാഹത്തിൽ ഏർപ്പെടുന്നത്. അങ്ങനെ വിവാഹത്തിൽ ഏർപ്പെട്ട എത്ര ആളുകളുണ്ട് ഈ സദസ്സിൽ? അങ്ങനെ വിവാഹത്തിൽ ഏർപ്പെട്ട എത്ര ആളുകളുണ്ട് ഈ സദസ്സിൽ? ഒന്ന് ആലോചിച്ചു നോക്കേ. എന്തൊക്കെ കടപ്പാടുകളും കടമകളുമായിട്ടാണ് നമ്മൾ ഈ ഭൂമുഖത്ത് ജീവിക്കുന്നത്. അവിടെ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഹജ്ജത്തുൽ വിദാഇലെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രവാചക തിരുമേനി പറഞ്ഞില്ലേ, സുഹൃത്തുക്കളെ, നിങ്ങളുടെ സ്ത്രീകൾ, നിങ്ങളുടെ ഭാര്യമാർ അള്ളാഹു നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നവരാൽ അവരുടെ മുഖത്ത് നിങ്ങൾ അടിക്കരുത്. അവരെ നിങ്ങൾ നിങ്ങളുടെ ചേർത്ത് പിടിക്കേണ്ടതിന് പകരം അവരെ മാറ്റി നിർത്തരുത്. എപ്പോഴും ഒരു അറ്റാച്ച് ഭാര്യയുമായി, മക്കളുമായി. അടുക്കളയിൽ ഭാര്യ ഓരോ പണി ചെയ്യുന്നതിനിടയിൽ ഒന്ന് രുചിച്ചും ഒന്ന് കുറിച്ചും നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ല കൈപുണ്യമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഇതിനോളം വലിയൊരു സന്തോഷം, ഇതിനോളം വലിയൊരു സൗഭാഗ്യം ഒരു ഭർത്താവിന്റെ സർട്ടിഫിക്കറ്റിനോളം ഒരു പെണ്ണിന് വേറെന്താ ഉള്ളത്? നീ അയൺ ചെയ്താൽ, നീ ഡ്രസ് അലക്കിയാൽ, നീ മുറ്റമടിച്ചാൽ, നീ വീട് തൂത്തുവാരിയാൽ എന്തൊരു വൃത്തിയാണ് എന്നൊന്ന് പറഞ്ഞു നോക്കിയേ. പോസിറ്റീവായി എല്ലാറ്റിനെയും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പോസിറ്റീവായി ചിന്തിക്കുന്നവർക്കല്ലാതെ എല്ലാറ്റിനെയും നെഗറ്റീവായി എടുക്കുന്നവർക്ക് ദാമ്പത്യത്തിൽ ആസ്വാദനങ്ങളില്ല, സമാധാനങ്ങളില്ല. സുഹൃത്തുക്കളെ, ദാമ്പത്യത്തിൽ ആസ്വാദനങ്ങൾ ജീവിതത്തെ ശരിക്കും ഇടപെടുന്നവർക്കുള്ളതാണ്. അവിടെയാണ് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ച ഒന്നാമതായി നമ്മൾ ആലോചിക്കേണ്ടത് കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. വല്ലാത്തൊരു കാര്യമാണ്. അതായത് ഒരു കുടുംബനാഥൻ, അയാൾ ആ വീടിന്റെ മസൂലിയത്ത് ചോദ്യം ചെയ്യപ്പെടുന്നവനാണ്. അവന്റെ കീഴിലുള്ള ആളുകളെ സംബന്ധിച്ച് അള്ളാന്റെ മുമ്പിൽ വിചാരണയുണ്ട്. ഒരു ഭർത്താവിനോട് ഭാര്യയെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, അവന്റെ മാതാപിതാക്കളെ കുറിച്ച് എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതും അതാണ്. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഭർത്താവിന്റെ ഉറക്കം, ഭർത്താവിന് കോപം വരുന്ന സന്ദർഭം, സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞു, കോപം തലാഖിന്റെ താക്കോലാണ്. കോപം തലാഖിന്റെ താക്കോലാണ്. അതുകൊണ്ട് കോപിക്കാതിരിക്കാൻ മോളെ പരമാവധി ശ്രമിക്കണം. ഭർത്താവ് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കോപിക്കുന്ന ആളാണെങ്കിൽ അതിനെ ഇരട്ടിപ്പിക്കുന്ന പണിയല്ല യഥാർത്ഥത്തിൽ ഒരു നല്ല ഭാര്യ ചെയ്യേണ്ടത്. മറിച്ച് വെള്ളമാകാൻ സാധിക്കണം. ഭാര്യയ്ക്ക് വെള്ളമാകാൻ സാധിക്കണം, അഗ്നി അണക്കുന്ന വെള്ളമാകാൻ. ഭർത്താവിന്റെ കോപത്തെ എളുപ്പത്തിൽ തന്നെ ശാന്തതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പെണ്ണാകാൻ സാധിക്കണം. ഭാര്യ നിസ്സാരമായ കാര്യങ്ങൾക്ക് വാശി പിടിക്കുന്നവളാണ്. അതിന് ഷൗട്ട് ചെയ്ത് അവളെ തല്ലി വാങ്ങിത്തരില്ലെന്ന് പറഞ്ഞ് അങ്ങനെയല്ല, ലളിതമായി അവിടെ ഇരുത്തി, എടി ഇന്നെന്ന ദോഷം അതിനുണ്ട്, നീ വാശി കാണിച്ചാൽ ഇന്നെന്ന സംഗതികളാണ് അവിടെ വരാൻ പോണത്, നമ്മുടെ ദാമ്പത്യത്തിലാണ് വിള്ളലുണ്ടാകുന്നത് എന്ന് ഇരുത്തി പറയാൻ ഇന്ന് വരെ പലപ്പോഴും നമുക്ക് സാധിച്ചിട്ടില്ല. എല്ലാം നമ്മൾ ഉള്ളിൽ ഒതുക്കുകയായിരുന്നു. പലപ്പോഴും പറഞ്ഞു തീർക്കേണ്ടത് പറഞ്ഞു തീർക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. നിന്റെ ഇന്ന രൂപത്തിലുള്ള ഒരു പെരുമാറ്റം എന്റെ മനസ്സിൽ വേദനയുണ്ടാക്കുന്നുണ്ട്, നിന്റെ ഇന്ന രീതിയിലുള്ള ഒരാളോടുള്ള സമീപനം അതെനിക്ക് ഇഷ്ടമില്ലാത്തതാണ് എന്ന് പറയാൻ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു ചെയ്തി രാത്രി 10 മണിക്ക് നിങ്ങൾക്ക് എത്താം, എന്നിട്ട് നിങ്ങൾ 11 മണിക്കാണ് വരുന്നത്, എന്റെ മനസ്സിൽ അത് വേദനയുണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്ക് കുറച്ച് നേരത്തെ വന്ന് മക്കളുടെയും എന്റെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് എന്നോടൊപ്പം കിച്ചണിൽ അല്പസമയം ചെലവഴിച്ച് നമുക്കൊന്നിച്ച് ബെഡ്റൂമിലെത്തുന്നൊരവസ്ഥ ആഗ്രഹിക്കുന്നവരാണ് ഞാൻ, അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ, അങ്ങനെയുള്ളൊരുവളാണ് ഞാൻ എന്ന് സൗമ്യമായി പറഞ്ഞാൽ ഭർത്താവ് അത് കേൾക്കില്ലേ? തീർച്ചയായും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് ഖുർആൻ വരച്ചു കാണിക്കുന്ന? ഒന്ന് നോക്കിയേ, സൂറത്ത് ഫുർഖാൻ, അല്ല
എല്ലാവർക്കും അറിയാവുന്ന അധ്യായമാണ്. 74-ാമത്തെ വചനം എന്താ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ പരമകാരുണികനായ പരിപാലക, ജീവിതത്തിൽ പടച്ചവനെ കൺകുളിർമ നൽകണേ. ഭാര്യയിൽ, മക്കളിൽ എല്ലാം കൺകുളിർമ നൽകണേ. ഇണകളിൽ കൺകുളിർമ നൽകണേ. ഭാര്യ നോക്കിയാൽ ഭർത്താവിലും, ഭർത്താവ് നോക്കിയാൽ ഭാര്യയിലും, മാതാപിതാക്കളെ മക്കളെ നോക്കിയാൽ അതിലും, മക്കളെ മാതാപിതാക്കളെ നോക്കിയാൽ അതിലും ഏറ്റവും വലിയ കൺകുളിർമ നൽകണേ എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, ഒരു ചെറിയ കുട്ടി അവൻ 2 താടിക്കും കൈ കൊടുത്ത് ഒരു സ്കൂളിന്റെ സ്റ്റെപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ എന്താ അവിടെ ദുഃഖിതനായിട്ടിരിക്കുന്നത്? അവൻ പറയണം, അങ്കിൾ ഞാൻ എന്റെ ഉപ്പായെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എന്റെ ഉപ്പയെ കാത്തിരിക്കുകയാണ്, ഞാൻ എന്റെ പിതാവിനെ കാത്തിരിക്കുകയാണ്. പിന്നെ എന്താ മോനെ മുഖത്തിങ്ങനെ ദുഃഖം? ഒന്നുമില്ല, ഉപ്പ വരും, ഉപ്പാന്റെ കൂടെ വീട്ടിൽ പോകും, പക്ഷെ സ്വസ്ഥതൊന്നുമില്ല അങ്കിൾ. ചെറിയ മോനാ പറയണേ, LKG പഠിക്കുന്ന കുട്ടിയെ പറയണേ, എന്റെ മോനെ ഒന്നുമില്ല അങ്കിൾ, എന്നും എന്റെ വീട്ടിൽ ഉപ്പയും ഉമ്മയും നല്ല ചേർച്ചയിലല്ല, എന്നും അവർ തമ്മിൽ പ്രശ്നമാണ്, എന്നും അവർ തമ്മിൽ നിസ്സാരമായ കാര്യങ്ങൾക്ക് വൻ വഴക്കാണ് എന്നാ പറയുന്നത്. അവിടെയാണ് പല കാരണങ്ങളാൽ അതുണ്ടായിത്തീരാം, എന്നും ഒരേ സ്വഭാവം മാറ്റില്ല, എത്ര പറഞ്ഞാലും വാശിയാണ്. ഇപ്പൊ ഭാര്യയും ഭർത്താവും പിണങ്ങി, ഒരിക്കൽ പോലും ജീവിതത്തിൽ ഭാര്യ ആ പിണക്കം ഫസ്റ്റ് തീർത്തിട്ടില്ല. ജീവിതത്തിൽ അങ്ങനത്തെ പെണ്ണുങ്ങള്, അതായത് 20 കൊല്ലം ജീവിച്ച ഒരാൾ ഓർത്തിട്ട് ചോദിക്കുകയാണ്, എടി ജീവിതത്തിൽ നീയും ഞാനും പിണങ്ങിയിട്ട് ഞാൻ അങ്ങോട്ട് നന്നാകുക എന്നല്ലാതെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നീ ഫസ്റ്റ് സലാം പറഞ്ഞിരുന്നോ? ആലോചിക്കാനാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ശരിക്ക് ചിന്തിച്ചോളേ, കൂടുതലൊന്നും നിങ്ങൾ മനസ്സിലാവതൊക്കെ ഒന്ന് ആലോചിച്ചോ. തിരിച്ചു പുരുഷനുണ്ടാവാം ജീവിതത്തിൽ. റസൂലുള്ള പറയണെന്ത്? നിങ്ങളെ സൃഷ്ടിച്ച അള്ളാന്റെ മുമ്പിൽ ജയിക്കാൻ, പടപ്പുടെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ ആദ്യം ആരാണോ സലാം പറയുന്നത് അവരാണ് നല്ലവർ, അവരാണ് പുണ്യവാന്മാർ. ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നത്. അവിടെയാണ് നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്. വലാ തസ്തവിൽ ഹസനത്തു വലസ്സയ്യിഅ എന്നത് യുദ്ധരംഗത്ത് മാത്ര, ഇതര മതവിഭാഗങ്ങളോട് മാത്ര. എന്താ ആയത്ത്? ഖുർആനിലെ 41-ാം അധ്യായം ആ വചനം എന്താ? 34, 35, 36 വചനം എന്താ? നന്മയും തിന്മയും ഒരിക്കലും സമാവൂല. തിന്മയെ, ഏറ്റവും വലിയ തിന്മയെ ഏറ്റവും വലിയ നന്മ കൊണ്ട്, ഏത് തിന്മയാണെങ്കിലും അതിന് ഏറ്റവും വലിയ നന്മ കൊണ്ടാണ് എതിരേൽക്കേണ്ടത്. ഉദാഹരണം പറയാം. ഞാൻ പറഞ്ഞതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഭാര്യയുടെ അടുത്ത് 2 സംഭവങ്ങളാണ്. ഭാര്യമാർ ചേർന്ന് പറഞ്ഞു, എന്താ നിങ്ങളെ മഹാഫീർ മണക്കുണ്ടല്ലോ, ഒരു വൃത്തികെട്ട ചെടിയുടെ ഗന്ധമുണ്ടല്ലോ നിങ്ങളെ വായക്ക്, എന്താ അത് എന്ന്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാം, മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ പോയിട്ട് തേൻ കുടിച്ചതാ, അവര് കൊടുത്ത തേന് കുടിച്ചതാണ് റസൂലുള്ളാഹ്. വരുന്ന വരവില് ആ ഭാര്യയുടെ വീട്ടിൽ കയറും, അവരൽപ്പം തേൻ കൊടുക്കും, അത് കഴിക്കും. അത് മറ്റു ഭാര്യമാർക്ക് കുശുമ്പാണ്, അത് പറ്റില്ല. അള്ളാന്റെ റസൂലിന്റെ ഭാര്യമാരാണ്, നിങ്ങൾ ഓർക്കണം. ആ ഭാര്യ ചോദിക്കുമ്പോൾ മഹാഫീർ കുടിച്ചിട്ടുണ്ടോ? അതായത് ഒരു ദുർഗന്ധമുള്ള ഒരു ചെടിയുടെ പേരാണ്, നിങ്ങൾ അത് കുടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അത് കഴിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കണേ. ഇല്ലല്ലോ, ഇല്ല. വളരെ നിഷ്കളങ്കനായ അള്ളാന്റെ, ഇല്ലല്ലോ, തേനാണല്ലോ കുടിച്ചത് എന്നും. അപ്പൊ അവര് അത് ഇഷ്ടമില്ലായ്മ പ്രകടിപ്പിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ എന്നാ പിന്നെ തേൻ കുടിക്കൂലാൻ തീരുമാനിച്ചു. അപ്പോഴാണ് യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ ഹല്ലല്ലാഹു. നോക്കേ നബിയെ, താങ്കൾ എന്തിനാണ് അള്ളാഹു അനുവദിച്ച തേനിനെ ചില ഭാര്യമാരുടെ തന്നിഷ്ടത്തിനൊത്ത് ഹറാമാക്കണത് എന്തിനാണ്? അള്ളാഹു ചോദിക്കാൻ. നിങ്ങൾ ആലോചിച്ചു നോക്കണം. ദാമ്പത്യമാണ്, ദാമ്പത്യ ജീവിതമാണ്, മനുഷ്യനാണ്, പെണ്ണാണ്, ആണാണ്, വ്യത്യസ്ത കുടുംബത്തിലെ ആളുകളാണ്. അങ്ങേയറ്റത്തെ ക്ഷമയില്ലാത്തവർക്ക് ജീവിക്കാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, അള്ളാഹ് കണക്കില്ലാതെ പ്രതിഫലം നൽകുന്നവരാരാ? ക്ഷമാലുക്കളാണ്. അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. അങ്ങനെ ക്ഷമിച്ചാൽ എന്റെ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുണ്ടാവില്ല. ഞാനൊന്ന് പൊട്ടിത്തെറിച്ചാൽ കയ്യെത്തും ദൂരത്ത് 2ഉം 3ഉം വീടുകൾ അവരറിയും. ഞാനിതാ ക്ഷമിക്കുന്നു പടച്ചവനെ. ഫസബറുൻ ജമീൽ വല്ലാഹു